ഇവിടെ നിന്ന് ഒരു 1500 ഡീസൽ ഇട്ടിട്ടാണ് നമ്മൾ പോകാൻ പോണത്. ചൂടായിട്ട്. ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ ഉറക്കണീറ്റ മുതൽ ഒരേ ചിന്തയാട്ടോ, എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ നൈസായിട്ട് രാവിലെ വെറുതെ ഇരുന്നിട്ട് ഒന്ന് അശ്വിനെ വിളിച്ചതാണ്. അപ്പോൾ അശ്വിൻ എന്നോട് പറഞ്ഞു, മച്ചാനെ നമുക്ക് കൊടൈക്കനാൽ വിട്ടാലോ? ഞാൻ പറഞ്ഞു പിന്നെന്താ പോവാലോ. അങ്ങനെ ഞാൻ വെറുതെ നൈസായിട്ട് മാമനെ വിളിച്ചു ചോദിച്ചു, മാമ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ഇട്ടാലോ? മാമ പറഞ്ഞു പിന്നെന്താ പോവാലോ. അപ്പം നമ്മൾ 3 പേരായി. അപ്പോൾ കാർ എടുക്കുവാണെങ്കിൽ ഒരാളും കൂടെ വേണം. അങ്ങനെ നേരെ ഉണ്ണിക്കുട്ടനെ വിളിച്ചു ചോദിച്ചു, ഉണ്ണിക്കുട്ടാ നമുക്ക് എങ്ങനെ കൊടൈക്കനാൽ ട്രിപ്പ് അടിച്ചാലോ? ഉണ്ണിക്കുട്ടന് ഓക്കെ പറഞ്ഞു. അപ്പം നേരെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പം എല്ലാം കൂടെ നമ്മൾ 4 പേരായില്ലേ, ഇതിൽ ഒരുത്തം മാത്രമാണ് കായംകുളത്തുള്ളത്, അശ്വിന്. അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മൾ പോണത് ഇവിടെ തമിഴ്നാട് റൂട്ടല്ല, ഇവിടെ നിന്ന് നേരെ കായംകുളത്ത് നിന്ന് അശ്വിൻ മച്ചാനെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ പത്തനംതിട്ട വഴി കുമളി വഴിയാണ് കൊടൈക്കനാൽ പോകാൻ പോകണം. ഓക്കെ, കിടിലൻ റൂട്ടാണ്. അതുപോലെ കുറേ വൈബും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ കുറേ നാളിന് ശേഷമുള്ള യാത്രയല്ലേ, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നല്ല എന്തായാലും മാക്സിമം അടിച്ചു പൊളിച്ചാണ് പോകാൻ പോണേ. അതുപോലെ മറ്റൊരു കാര്യം, ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ മറക്കാണ്ട് അമർത്തിയിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പിള്ളേരെയൊക്കെ പിറക്കി വണ്ടിക്കകത്തിട്ടും കൊണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്തേ നമ്മുടെ മാമൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മാമനാണെങ്കിൽ ഇതേ വലിയൊരു ബാഗ് പാക്ക് ചെയ്താണ് വന്നേക്കുന്നത്. എന്താണ് മാമ നിന്റെ ഉദ്ദേശം? ഈ ബാഗ് കണ്ടോ, എത്ര വലിയ ലഗേജും തൂക്കിക്കൊണ്ട് വന്നേന്ന്. ബ്രോ ബാഗ് ചെറുതാണ് ബ്രോ, അകത്ത് സ്പേസ് കുറച്ച് ചെറുതാണ്. 45 ഇതാണ്. എന്തായാലും ഉണ്ണിക്കുട്ടാ എന്താണ് അപ്പൊ നമ്മള് പോവല്ലേ? ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു 1500 ഡീസൽ ഇട്ടിട്ടാണ് നമ്മൾ പോകാൻ പോണത്. ഓക്കെ ചേച്ചി, 1500 ഡീസല്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നേരെ അടൂർ പോയിട്ട് അശ്വിൻ മച്ചാനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി നേരെ കൊടൈക്കനാൽ പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്തായാലും ഇവിടെ മൂവ് ആവാം. കടലയാണല്ലേ? വേറൊരു കാര്യം ഗൈസ്, കൊടൈക്കനാലിന്റെ പ്ലാൻ ഇട്ടിട്ട് പാത്തുവിനോട് വിളിച്ച് പറഞ്ഞ സമയം മുതൽ പാത്തു എന്താ ഒരു നല്ല മൂഡിലല്ല, ആ ശക്തി ചെറിയൊരു ദേഷ്യത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു, ഫുഡ് കഴിക്കാൻ ടൈമിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ചെറിയൊരു എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താണ് ആള് പറയണേ നോക്കാം. നിങ്ങൾ ഇതുവരെ പാത്തുവിന്റെ സൗണ്ടൊന്നും കേട്ടിട്ടില്ലല്ലോ. ഹലോ പാത്തുവേ, എന്നാ എടുക്കുക? ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചേ? ചോറും. നീ എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നല്ലോ. സത്യ കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിങ്ങനെ യാത്ര പോണേന് എന്തേലും ഇഷ്ടക്കുറവുണ്ടോ എന്റെ പൊന്നിന്? സത്യം ഉറപ്പല്ലേ? നീ ഓക്കെ അല്ലേ? കേട്ടല്ലോ, ശാന്തി സമാധാനമായിട്ടുള്ള പാത്തുവിന്റെ സംസാരം. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിത് കറങ്ങി തിരിഞ്ഞ് കായംകുളം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട് അശ്വിൻ മച്ചാൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ണിപ്പെടുന്ന ചെറിയ വിശപ്പ്, കുഞ്ഞു വിശപ്പ്. അതുകൊണ്ട് ഉണ്ണിക്കൂടെ ചെറുതായിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഞങ്ങൾ 2 കട്ടൻ ചായം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കഴിച്ചും തീർണം, നമ്മളിത് കുടിച്ചും തീർണം. അത് കഴിഞ്ഞ് നേരെ അശ്വിൻ മച്ചാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഇനി മച്ചാൻ്റെ വീട്ടിലെത്തിയിട്ട് നമ്മൾ കാണാം. ഓക്കെ,
നമ്മളങ്ങനെ ഇറങ്ങി തിരിഞ്ഞത് അശ്വിൻ മച്ചാൻ ഇവിടെ എത്തി തൂക്കിയിട്ടുണ്ട്. ഈ മുതലാണ് അശ്വിൻ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ അടുത്ത് കുമ്മളി വരെ എത്തണം നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ. ഓക്കെ, എങ്ങനെയാണെന്ന് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിത് അശ്വിനെയും മച്ചാനെയും പൊക്കിക്കൊണ്ട് വേറെ ഒരിടവും സ്റ്റോപ്പ് ചെയ്യില്ല കേട്ടോ. നേരെ കുമ്മളി റൂട്ട് പോകാനായിട്ട് ഇനി ഒരു 45-50 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് കൊടുകുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. നൈസായിട്ട് ഓരോ ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. പൊളി ബൂസ്റ്റ് ഇട്ടാ. ബൂസ്റ്റ് എന്ന് പറഞ്ഞ് കുടിക്കാൻ തുടങ്ങിയ ആളിപ്പോൾ 2 ബൂസ്റ്റ് ആയി. എന്താ കഴിച്ചത്? അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിത് ഇപ്പോൾ കുമളി എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്നത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ നൈസായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. നല്ല കിറ്റിലും പുറത്ത് അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ചൂടായിട്ട്. അപ്പോൾ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നൈസായിട്ട് എല്ലാവരും 2 പൊറോട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇത്രയും നേരം പാത്ത് ഫോൺ എടുക്കാനാണ് ഇരുന്നത്. ഇവിടെ നിർത്തി ഫോൺ വിളിച്ചപ്പോഴത്തേക്കും അവർ ഫോൺ എടുത്തിട്ടാണ് ആകെ മൊത്തം സെൻറ്റി അടിച്ചിരിക്കുക. കാരണം വേറൊന്നുമല്ല, ഇത്രയും ദിവസം ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഇങ്ങനെ എന്താ പറയുക മാറി നിൽക്കണതും സംസാരിക്കാണ്ടിരിക്കണതും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും കുറച്ച് നേരമെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കണത്. ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ടുണ്ട്. പൊറോട്ട എങ്ങനെയുണ്ട്? എനിക്ക് കിട്ടിയപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തണുപ്പ് പോകാം. ഇവിടെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കപ്പണ്ടി സെറ്റാണ് ഇവിടെ തൊട്ടപ്പുറത്തൊന്നും കഴിച്ചാണ്. ഇതല്ലേ അപ്പൂപ്പൻ്റെ കട. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ തേനിക്കാണ് പോകുന്നത് കേട്ടോ. തേനി എത്താനായിട്ട് എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തേനി എത്തിയിട്ട് കാണാം. ഓക്കെ, ഹാൻഡടിച്ച് കളിക്കണം, പോകാൻ മടിയല്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിത് ഇപ്പം തേനിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് എന്തായാലും രാത്രി കൊടൈക്കനാൽ കയറുന്നില്ല. കാര്യം വേറൊന്നുമില്ല, രാത്രി കയറിയാലും നമുക്ക് പോകുന്ന എന്താ പറയുക റോഡിലുള്ള വിഷ്വലും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാത്രി ഞങ്ങൾ നൈസായിട്ടിത് ഇവിടെ ഒരു ഗാർഡൻ കണ്ടു. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് ടെൻറ്റ് ഇട്ടിട്ടുണ്ട്. ടെൻറ്റ് ഇട്ടിട്ട് അവിടെയാണ് സ്റ്റേ ആകാൻ പോകണം. ഓക്കെ, സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ കൊടൈക്കനാൽ കയറി പോകുന്ന വീഡിയോസാണ്. എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സീ ഗൈസ്.